ഇൻ കേസ് ഓഫ് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ഓൺ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ്. ഈ ഹൈവേസ് ആൻഡ് മേജർ റോഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഈ ഒരു വെഹിക്കിൾ ഒരു ഹൈവേസിലോ അല്ലെങ്കിൽ ഒരു മേജർ റോഡ്സിലോ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ആ വാഹനത്തിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കാറുണ്ട് അല്ലെ. എല്ലാ വാഹനങ്ങളും നിർമ്മാതാക്കൾ ഇപ്പോൾ വാഹനം വാങ്ങുന്നതിന്റെ കൂടെ തന്നെ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ നൽകണം എന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കാറുണ്ട്. അത് എത്ര ഡിസ്റ്റൻസിലാണ് അത് ഈ ബ്രേക്ക് ഡൗൺ ആയ വെഹിക്കിളിന്റെ എത്ര ഡിസ്റ്റൻസിലാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. സോ നമുക്ക് നോക്കാം. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 28ാമത്തെ റൂള്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലി 40 റൂളുകളാണ് നമുക്ക് വരിക. 40 റൂൾസ് ആണ് വരിക. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ ആക്ടിനെ കുറിച്ച് പറയുന്നതിനാണ്. രണ്ടാമത്തെ ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചധികം നമ്മൾ ഈ റൂളുകൾ 3ാമത്തെ റൂൾ മുതൽ 40ാമത്തെ റൂൾ വരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലെ കുറച്ചധികം ഡെഫിനിഷൻസ് ഓരോ ടേംസിനെ ഡിഫൈൻ ചെയ്തതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ 3ാമത്തെ മുതൽ 40ാമത്തെ റൂളുകളിലെ 28ാമത്തെ റൂൾ എന്ന് പറയുന്നത് വെഹിക്കിൾ ബ്രേക്ക് ഡൗണിനെ കുറിച്ചാണ് പറയുന്നത്. വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ നമുക്ക് ആ റൂൾ എന്താണെന്ന് നോക്കാം. ഇൻ കേസ് എ വെഹിക്കിൾ with more than 2 wheels has broken down at the place where it can be recognized in time as a stationary obstacle. അല്ലെ. അപ്പൊ എന്താ വെച്ചിട്ടുള്ളത്, വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്ന കേസാണ് പറയുന്നത്. ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി, 2 വീലറിൽ മുകളിലുള്ള ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി, അത് നമുക്ക് അവിടെ നിന്ന് നീക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ആയിട്ട് അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് റോട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടത് വാഹനത്തിന്റെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്യണം. രണ്ടാമത്തത് നമ്മളുടെ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾസ് എവിടെ വെക്കണം? 50 മീറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. 50 മീറ്റേഴ്സ് മുന്നേ ആയിട്ട്, അതായത് ആ ഒരു വാഹനം വരുന്നത് സൈഡ് മനസ്സിലാക്കുന്ന രീതിയിൽ അതിന്റെ പിന്നിലായിട്ട് എന്ത് ചെയ്യണം? 50 മീറ്റേഴ്സ് വിട്ടിട്ട് നമ്മൾ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഇതേപോലെ വെക്കണം. അതായത് ഈ വാഹനവും ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്റേഴ്സ് ആയിരിക്കണം. ഇനി പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു കെർവിലോ ഒരു ബെൻഡിലോ ഒരു വളവിലൊക്കെ ആയിരിക്കും വാഹനം ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 50 മീറ്റേഴ്സ് നമുക്ക് നോക്കുന്നേക്കാളും ആ വാഹനത്തിന്റെ എന്താ ചെയ്യേണ്ടത്? ആ വാഹനത്തിന്റെ ബെൻഡിന് മുന്നേ അല്ലെങ്കിൽ ആ വളവിന് മുന്നേ ആയിട്ടായിരിക്കണം ട്രയാങ്കിൾ വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു റൂളിൽ 28ാമത്തെ റൂളിൽ പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലെ 28ാമത്തെ റൂളിൽ പറയുന്നത്. അപ്പൊ ഇവിടെ 50 മീറ്റർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് 50 മീറ്റർ ആണ്.